ഡിയേഴ്സ്, വീണ്ടും ഒരു കിടുക്കാച്ചി റെസിപ്പിയായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, മൗത്ത് വാട്ടറിങ്. അത് കണ്ടാൽ തന്നെ നമുക്ക് കൊതി തോന്നുന്ന രൂപത്തിലുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ അടിപൊളി റെസിപ്പീസ് മാത്രമല്ല ഞാൻ ഷെയർ ചെയ്യുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളി, ഉണ്ടാക്കി നോക്കിക്കോളി. എന്താണെന്ന് ചോദിച്ചാൽ ഇത് കടായി ആണോ ചോദിച്ചാൽ അല്ല, ചില്ലി ചിക്കൻ ആണോ ചോദിച്ചാൽ അല്ല, കൊണ്ടാട്ടാണോ ചോദിച്ചാൽ അല്ല, ഇതൊക്കെ ഒരു മിക്സ് ആക്കിയിട്ട് നമ്മളെ കേരള സ്റ്റൈലിലേക്ക് ഞാൻ ഇങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ്റിലേക്കും അതുപോലെ തന്നെ വെറുംചോറ്റിലേക്കും ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി എല്ലാത്തിലേക്കും അടിപൊളിയായിട്ട് പോകുന്ന ഒരു കോംബോ ആണ് കേട്ടോ. നമ്മളെ ബാക്കി സ്നാക്ക് ഐറ്റംസിലേക്ക് പിന്നെ ഓൾറെഡി പോകുമല്ലോ. അപ്പോൾ വലിച്ചു നീട്ടാണ്ട് വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നമ്മൾ സാധാരണ ഒരു ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ചിക്കൻ എത്രയാണെന്നുള്ളത് ഒരു കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടികളും കറക്റ്റ് കണക്കൊന്നും പറയണില്ല. അതൊക്കെ ഏകദേശം കുക്ക് ചെയ്യണ ഒരാൾക്ക് അറിയും എന്നുള്ള രൂപത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ആദ്യം മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പെരുംജീരകപ്പൊടി ഇട്ടു കേട്ടോ. പെരുംജീരകപ്പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വിനിഗർ ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ വീട്ടിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് പൊരിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ഗ്രേവി ഉണ്ടാക്കണോണ്ട് മസാലൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇടാം, നല്ലതാണ് കേട്ടോ. കുറച്ച് കോൺഫ്ലവറും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് പൊരിച്ചെടുക്കാം. സാധാരണ ഓയിലാണ് കേട്ടോ നമ്മളിത് പൊരിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ഒന്നുകൂടി ഇഷ്ടം കേട്ടോ. അപ്പം ഇത് കളറ് ചേർത്തിട്ടുള്ള ചിക്കൻ പൊരിയാണ്. ഇത് കളറ് ചേർക്കാണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ പൊരിയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു, ആ വ്യത്യാസം ഒന്ന് കാണിച്ചു എന്നുള്ളത്. സെയിം മസാല തന്നെയാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ട്. കുക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നല്ല പൊരിഞ്ഞ് കിട്ടണം. നമ്മൾ സാധാ ചിക്കൻ പൊരിൻ്റെ അത്രയും കുക്കാവണം കേട്ടോ. എന്ന് വിചാരിച്ച് ക്രിസ്പി ആയിട്ട് നെരിഞ്ഞിട്ടൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ പൊരിച്ച ഓയിൽ മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളതിൽ നമുക്ക് പരിപാടികൾ തുടങ്ങാം കേട്ടോ. ഇതിലൊക്കെ ആദ്യമായിട്ട് വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്. അതൊരു 10, 15, 20ഓളം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല സൈസുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ. അപ്പം ഇഷ്ടമില്ലാത്തൊരു കുറച്ചോളി. അത് വിചാരിച്ച് പറ്റാണ്ട് സ്കിപ്പ് ചെയ്യും വേണ്ട. 2 പച്ചമുളക് നമ്മൾ അതേപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു മെയിൻ പ്രോസസ്സാണ്, ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ കൊണ്ടാട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചുവന്ന മുളക്. ഇത് സാധാരണ കടായിലും ചില്ലി ചിക്കനിലും ഒന്നും ഇടലില്ല, പക്ഷെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആവട്ടെ എന്ന്. അതിനുശേഷം നമ്മൾ വലിയ ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യൂബായിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ അതിനൊക്കെ വിടിയിച്ചിട്ട് ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിപ്പം ഇടാൻ മറന്നതാണ് കേട്ടോ. മറന്നതുമല്ല, ഞാൻ ചിലപ്പോൾ ലാസ്റ്റാണ് അങ്ങനെ അധികം ഇടാറുള്ളത്. അപ്പം അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നമ്മൾ കേരള സ്റ്റൈലല്ലേ, ഇട്ട് കിടക്കട്ടെ. നമ്മൾ അവസാനത്തെ ഔട്ട്പുട്ട് അടിപൊളിയായാൽ മതി അല്ലേ. അപ്പം ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കി അടിപൊളിയാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. അതിനുശേഷം ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1.5 ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്. എനിക്ക് വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിയില അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കം ഒന്നും ഓവറായിട്ട് അലിഞ്ഞ് കുക്കാവൊന്നും വേണ്ട. പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചൈനീസ് ഡിഷിനെ നമ്മൾ കേരളത്തിലോട്ട് വലിച്ചോടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓവർ കുക്കിംഗ് ഒന്നും വേണ്ട, നല്ല തീയിലിട്ട് കണ്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തക്കാളി സോസാണ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ടൊമാറ്റോ സോസ് ഇല്ലേ, അല്ലെങ്കിൽ കെച്ചപ്പൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഞാനിത് കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞതുകൊണ്ടും വീട്ടിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ടും വേഗം പോയിട്ട് 2 തക്കാളി വെച്ചിട്ട് ചെറിയൊരു സോസ് ഉണ്ടാക്കിയേക്കാണ്. ഓൾറെഡി എൻ്റെ ചാനലിൽ അതിൻ്റെ റെസിപ്പി ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഒരിത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിലേക്കും വേണ്ടത് മാത്രം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്ത് ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. സാധാരണ ഡിഷസിൽ ഇടാത്തതാണ്, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്പൈസി ആഗ്രഹിക്കണവർക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആ മുളകും പൊടിക്ക് പകരം നമുക്ക് പിരിയൻ മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇതിലേക്ക് ഉപ്പ് വേണ്ട വരും. നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കണമല്ലേ. ഈ ടൊമാറ്റോ സോസിൽ തരിതരിയൊക്കെ കാണുന്നത് ഞാൻ അരിച്ച് പ്യൂരിഫൈ ചെയ്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസും നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചില്ലി ചിക്കനിൽ സോയാ സോസ് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ അതിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേഗം ടൊമാറ്റോ സോസ് മാത്രം ഒഴിച്ച് കൊടുത്ത് ഈ ഒരു ചിക്കന് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ചിക്കനിൽ ഇനി ഈ ഒരു മസാല പിടിപ്പിക്കുന്നതാണ് പരിപാടി. പിന്നെ ലാസ്റ്റാണ് കേട്ടോ മെയിൻ പരിപാടികളൊക്കെ കിടക്കുന്നത്. സ്കിപ്പ് ചെയ്ത് വേഗം പോവേണ്ട, അതൊക്കെ കണ്ടിട്ട് പോയാൽ മതി. ആദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചിക്കനും ഈ ഒരു മസാലയും തമ്മിൽ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. കാരണം പൊരിച്ച ചിക്കൻ ആയതുകൊണ്ട് മസാലയൊക്കെ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല മധുരമായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ ടൊമാറ്റോ സോസ് ഓൾറെഡി സ്വീറ്റ് അല്ലേ, അതുകൊണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടി കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്ത്. പിന്നെ നമ്മുടെ ട്രിക്കാണ് കേട്ടത് കോൺഫ്ലവർ കളർ വെള്ളത്തിൽ ഒഴിച്ചത്. അഥവാ നമ്മൾ ചിക്കൻ കളറ് ചിക്കന് തേക്കുന്ന ഫുഡ് കളറ് കോൺഫ്ലവറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ഇത് ഒഴിച്ചതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇതാണ് നമ്മുടെ ഈ ഒരു ചിക്കനും ഈ ഒരു മസാലയും അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരുന്നതും ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നതും. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലവറൊക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഒരു ചൈനീസ് ടെക്നിക്കാണ്, പക്ഷേ ഇതിൽ അടിപൊളിയായിട്ട് വർക്കാവും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലേൻ്റെ കൂടെ കുറച്ച് പുതിനയില പെട്ടിട്ടുണ്ട്, അതൊന്നും പ്രശ്നമാക്കില്ല. മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ പുറത്ത് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളി തട്ടിക്കൂട്ട് കടായി എന്നൊക്കെ പറയാൻ പറ്റും. തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ എന്നും പറയാം. അങ്ങനെയൊക്കെ ഒരു ഐറ്റമാണ്. അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം വിലയിരുത്തുക. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, എനിക്ക് 100% ഉറപ്പുണ്ട്. കൂടാണ്ട് ഈ നെയ്ച്ചോറ്റിലേക്കാണ് ഇത് മെയിനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതും പപ്പടം മാത്രം മതി, നമുക്ക് അടിപൊളിയായിട്ട് പോകും കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ച് അപ്പം തന്നെ കഴിക്കണില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കണതാണ് കേട്ടോ ടേസ്റ്റ്. കാരണം ഈ ഒരു മൊരിഞ്ഞ ചിക്കനിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നല്ലൊരു ഐറ്റമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്.